നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് വൻ മയക്കുമരുന്ന് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ കായിക ഘോഷയാത്ര നടന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അധ്യാപക സർവീസ് സംഘടന സമര സമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിന് 26-ന് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന വാഹന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും തുടങ്ങി. TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലം പാട്ടുത്സവം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് വൻ മയക്കുമരുന്ന് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ബംഗളൂരുവിൽ നിന്ന് കടത്തിയ 100 ഗ്രാം MDMA പോലീസ് സാഹസികമായി പിടികൂടി. സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ 4 പേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കോട്ടക്കണ്ണി പള്ളി ക്വാർട്ടേഴ്സിലെ PM ഷാനവാസ്, ഭാര്യ ഷരീഫ, ഷാനവാസിന്റെ സഹോദരി ചട്ടഞ്ചാൽ MF മൻസിലിലെ PM ഷുഹൈബ, മുളിയാർ മാസ്തികുണ്ടിലെ MK മുഹമ്മദ് സഹദ് എന്നിവരെയാണ് ആദൂർ SI K വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 15 കിലോമീറ്റർ പിന്തുടർന്ന് പിടികൂടിയത്. ബോവിക്കാനം കുറ്റിക്കോൽ റോഡിലെ മഞ്ചക്കല്ലിൽ പോലീസ് ജീപ്പ് പ്രതികൾ സഞ്ചരിച്ച കാറിന് കുറുകിയിട്ട് തടഞ്ഞാണ് 4 ലക്ഷത്തോളം രൂപയുടെ രാസലഹരിക്കടത്ത് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കാറിൽ MDMA കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ആദൂർ പാലത്തിന് സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്നു. സീനിയർ CPO അജയ്കുമാർ, ഡ്രൈവർ ഹരീഷ്, CPOമാരായ MC രമ്യ, സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ രജീഷ് കാട്ടാമ്പള്ളി, നിജിൻ കുമാർ തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ കായിക ഘോഷയാത്ര നടന്നു. ഇന്ത്യയിലെ പ്രശസ്ത കായിക താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഘോഷയാത്ര നടന്നത്. പുതിയകോട്ട മാന്തോപ്പ് മൈതാനത്തിൽ നിന്ന് ആരംഭിച്ച കായിക ഘോഷയാത്ര CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. മുൻ ഇന്ത്യൻ കബഡി താരം ജഗദീഷ് കുമ്പള, മുൻ ഇന്ത്യൻ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണൻ, വോളിബോൾ അന്തർദേശീയ താരം അക്ഷയ് പ്രകാശ് തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. വിവിധ ക്ലബ്ബുകളുടെ ജേഴ്സി അണിഞ്ഞ യുവതീ യുവാക്കളും കുട്ടികളും ഘോഷയാത്രയിൽ അണിനിരന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, കബഡി, കമ്പവലി തുടങ്ങിയ കായിക ഇനങ്ങളുടെ പ്രകടനവും ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു. വാദ്യമേളങ്ങൾ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. ഘോഷയാത്ര നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ സമരം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കുക, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാടക ഇനത്തിൽ ഏർപ്പെടുത്തിയ 18% അധിക GST പിൻവലിക്കുക, ഓൺലൈൻ സ്ഥാപനങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഫോട്ടോ പ്രിന്റ് ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുക, ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ള അനധികൃത കടന്നുകയറ്റം അവസാനിപ്പിക്കുക, ഫോട്ടോ സ്റ്റുഡിയോകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങള്, പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിക്കാൻ വകയില്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ധർണ നിങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. ഇപ്പൊ പ്രധാനമായും ഇവിടെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ MLAമാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുക എന്നതാണ്. ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോ ഞങ്ങളൊക്കെ കാണുന്നത് പഴയ കാലത്താണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരായ അല്ലെങ്കിൽ അറിയാവുന്ന ചില ആളുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇന്നിപ്പോ
ഞങ്ങൾ ഏത് കല്യാണത്തിന് പോയാലോ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 18ഉം 19ഉം ഒക്കെ വയസ്സ് പ്രായമുള്ള കുറെ ചെറുപ്പക്കാർ ഇങ്ങനെ മൊബൈലുമായി വരും. അവർക്ക് അഡ്രസ് ഉണ്ടാവുകയില്ല, അവർക്ക് സ്റ്റുഡിയോ ഉണ്ടാവുകയില്ല. AKPA ജില്ലാ സെക്രട്ടറി VN രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സുഗുണൻ നിരിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ സുനിൽകുമാർ PT നന്ദിയും പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കളാട്ടുകുഴി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജീഷ് മണി, സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന്, സംസ്ഥാന വനിതാ വിംഗ് കോർഡിനേറ്റർ പ്രശാന്ത് തൈക്കടപ്പുറം തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 22 നടക്കുന്ന സൂചനാ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ജില്ലയിൽ പര്യടനം നടത്തുന്ന ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പ്രളയത്തിന്റെ എല്ലാ ദുരന്തങ്ങളും ഈ കേരളത്തെ കൈയിട്ട് അമ്മാനമാടി പ്രയാസം സൃഷ്ടിച്ചപ്പോൾ ഞങ്ങൾ ഈ സർക്കാരിനോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മക്കളെ മറന്നു, ഞങ്ങളുടെ കുടുംബത്തെ മറന്നു, പലപ്പോഴും രണ്ട് കൈയും നീട്ടി സഹായിച്ചു ഈ സർക്കാരിനെ. അതുപോലെ തന്നെ 2019 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഈ സർക്കാർ നിശ്ചയിക്കുകയും കേരളത്തിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിൽ പോലും 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ അന്തസ്സോടുകൂടി നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനുശേഷമുള്ള കഥയാണ് ഞങ്ങൾക്ക് പ്രയാസമായി പറയാനുള്ളത്. 19% DA കുടിശ്ശിക ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. ജാഥ ലീഡർ K പത്മനാഭൻ, സമരസമിതി നേതാക്കളായ സുനിൽകുമാർ കരിച്ചേരി, CK ബിജുരാജ്, KA ഷിജോ, N യമുന, വിനയൻ കല്ലത്ത, MT രാജീവൻ, G സുരേഷ് ബാബു, PP പ്രദീപ് കുമാർ, പ്രസാദ് കരുവളം, P ദിവാകരൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിന് 26-ന് പുല്ലൂർ കണ്ണാങ്കോട്ട് സംസ്കൃതി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. കാസർഗോഡ് ജില്ലയിൽ പുല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക കൂട്ടായ്മയായ സംസ്കൃതി പുല്ലൂർ അധ്യാപക ശ്രേഷ്ഠനായിരുന്ന V കോമൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ചെറുകഥാ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംസ്കൃതി ചെറുകഥാ പുരസ്കാരത്തിന് ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അർഹനായി. 2024 രചിച്ച പുസ്തകവീടി എന്ന കഥയാണ് തെരഞ്ഞെടുത്തത്. പുല്ലൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ 2024 വർഷത്തിൽ ചെറുകഥയ്ക്കുള്ള സൃഷ്ടികൾ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 111ഓളം സൃഷ്ടികൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുമാണ്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും. ഗുരു ശിഷ്യ ബന്ധത്തെ സൗമ്യമായി ആഖ്യാനം ചെയ്യുകയും ആഴമേറിയ മനുഷ്യസ്നേഹത്തെ വിളംബരം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകവീട് സാഹിത്യകൃതികളുടെ ജൈവ വായനയിലേക്ക് വാതിൽ തുറന്നിടുന്ന രചനയാണെന്നും ആർദ്രവും ഉള്ളുപൊള്ളിക്കുന്നതുമായ വായനാനുഭവവും പ്രദാനം ചെയ്യുന്നുവെന്നും ഭാഷയിലും ആവിഷ്കാരത്തിലും അനിതര സാധാരണമായ കൈയടക്കം പ്രകടമാക്കുന്നുവെന്നും അവാർഡ് നിർണയ സമിതി നിരീക്ഷിച്ചു. കഥാകൃത്ത് ഡോക്ടർ സന്തോഷ് പന്നയാൽ, മാധ്യമപ്രവർത്തകൻ രവീന്ദ്രൻ രാവണീശ്വരം, ജനാർദ്ദനൻ പുല്ലൂർ, K ഗോപി മാസ്റ്റർ എന്നിവരടങ്ങുന്ന ജൂറിയാണ് അവാർഡ് നിർണയിച്ചത്. വളരെ സുതാര്യമായ രീതിയിലാണ് നടന്നിട്ടുള്ളത്. പ്രധാനമായും 111 കഥകൾ വരികയും അതിനകത്ത് പ്രാഥമികമായ ഒരു സെലക്ഷൻ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജൂറി അംഗങ്ങൾ ഇടപെട്ട് 2ാം റൗണ്ടിലേക്ക് ഒരു 19 കഥകൾ എത്തിച്ചേർന്നു. ഈ 19 കഥകളിൽ നിന്നാണ് ഇപ്പോൾ ഈ കഥ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 19 കഥകൾ തിരഞ്ഞെടുക്കുകയും മറ്റു ജൂറി അംഗങ്ങൾ അറിയാതെ വളരെ സ്വകാര്യമായി ഓരോ ജൂറി അംഗത്തെയും ഫിക്സ് ചെയ്തു. ഞാൻ അറിയുന്നില്ല മറ്റൊരു വിധികർത്താവ് ആരാണെന്ന്.
10,000 രൂപയും പ്രശസ്തി ഫലകവുമാണ് പുരസ്കാര ജേതാവിന് സമ്മാനിക്കുക. 26-ന് പുല്ലൂർ കണ്ണാങ്കൂട്ട് സംസ്കൃതി ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അവാർഡ് വിതരണം ചെയ്യും. കഥാകൃത്ത് VR സുധീഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ, ഉദയനഗർ ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠന മികവിന് ഏർപ്പെടുത്തിയ സംസ്കൃതി വിദ്യാഭ്യാസ എൻഡോമെന്റുകളും വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി, ഡോക്ടർ സന്തോഷ് പനയാൽ, K. ഗോപി, VV ഉണ്ണികൃഷ്ണൻ, VV ബാലകൃഷ്ണൻ, അനിൽ പുളിക്കാൽ, ഭാസ്കരൻ പുല്ലൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന വാഹന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും തുടങ്ങി. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാഞ്ഞങ്ങാട്ട് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം കിട്ടണം. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണം. ഇതിന് ഞങ്ങളുടെ ധാരണയിൽ, നമ്മുടെ സംഘടനയുടെ ധാരണയിൽ, ചുമട്ടുതൊഴിലാളികളുടെ ധാരണയിൽ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി സഹായകരമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്നുള്ളതാണ്. 2016-ൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. 2021-ൽ വീണ്ടും ആ ഗവൺമെന്റിന് തുടർച്ച ലഭിച്ചു. 2016-21-ൽ ഇല്ലാത്ത ചില പുതിയ പ്രശ്നങ്ങൾ കോടതിയെ ഉപയോഗിച്ച് ഉടമകൾ ഉന്നയിക്കുകയാണ്. ചുമട്ടുതൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, ബിവറേജ് സ്ഥാപനങ്ങളിൽ കൂലി വർധനവ് നടപ്പിലാക്കുക, ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന ജാഥ 20-ന് തൃശൂരിൽ സമാപിക്കും. കയറ്റിറക്ക് തൊഴിൽ നിലനിർത്താനാണ് ഇത്തരം ഒരു വാഹനജാഥയുമായി രംഗത്തിറങ്ങിയതെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രാമു അറിയിച്ചു. K. രാംദാസ് ഡെപ്യൂട്ടി ലീഡറും C. നാസർ മാനേജറുമാണ്. കാഞ്ഞങ്ങാട്ട് നടന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി TK രാജൻ, CITU ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ, U. തമ്പാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188.
വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. മടിയൻകൂലോം പാട്ടുത്സവം, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം, അടോട്ട് മുത്തേടത്ത് കുതിരി പഴയ സ്ഥാനം, പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു. വടക്കേ മലബാറിലെ പ്രസിദ്ധ ക്ഷേത്രമായ മടിയൻകൂലോം ക്ഷേത്രപാലകനേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടുത്സവത്തിന്റെ ഭാഗമായി തെയ്യം വരവ് നടന്നു. മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് തെയ്യം വരവ് നടന്നു. തുടർന്ന് അടോട്ട് മുത്തേടത്ത് കുതിര പഴയ സ്ഥാനം, പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തു നിന്നുള്ള തെയ്യം വരവും നടന്നു. പ്രദേശത്തെ നിരവധി ഭക്തജനങ്ങളാണ് തെയ്യം വരവിൽ അണിനിരന്നത്. ബുധനാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം പെരട്ടൂർകുലോം, മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചുപോകുന്നതോടെ പാട്ടുത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അലൈവ് തൃക്കരിപ്പൂർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് തുടക്കമായി. 11ാം വാർഷികാഘോഷ ഭാഗമായാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ മരിച്ചാൽ ചുരുങ്ങിയത് 2 ലക്ഷം രൂപയെങ്കിലും അവരുടെ കുടുംബത്തിന് ലഭ്യമാക്കുന്ന തരത്തിൽ പദ്ധതി ആരംഭിച്ചത്. 200 പേർ ഉൾപ്പെടുന്ന പുരുഷ വാട്സാപ്പ് കൂട്ടായ്മയിൽ നാട്ടിലുള്ളവരും US, യൂറോപ്പ്, ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിദേശത്തുള്ളവരുമായ തൃക്കരിപ്പൂർ സ്വദേശികളാണുള്ളത്. അംഗങ്ങളായവരിൽ ഒരാൾ മരിച്ചാൽ 200 പേർ 1111 രൂപ കുടുംബത്തിലുള്ളവർക്ക് ഗ്രൂപ്പ് വഴി നൽകുന്ന തരത്തിലാണ് ഫാമിലി സപ്പോർട്ട് പദ്ധതിയുടെ ക്രമീകരണം. വാട്സാപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി മറ്റു കൂട്ടായ്മകൾ കൂടി നടപ്പിൽ വരുത്തുന്നതിനായാണ് പൊതുസമൂഹത്തിലേക്ക് വിവരങ്ങൾ നൽകുന്നതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മാനമാണ് ഇന്ന് പ്രഖ്യാപിക്കുവാൻ പോകുന്നത്. അതായത് അലൈവ് ഫാമിലി സപ്പോർട്ട് എന്ന ഒരു സ്കീമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഏകദേശം 200ഓളം മെമ്പർമാരുള്ള നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആളുകളും 1111 രൂപ വീതം കളക്ട് ചെയ്ത് ആ ഫാമിലിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഞങ്ങൾ അലൈവ് ഫാമിലി സപ്പോർട്ട് സ്കീം എന്നുള്ള പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചേക്കാം. കാരണം ഇത് മരണത്തിന് ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സഹായം എന്നാൽ അതൊരു നാണക്കേടുള്ള ഒരു വിഷയമല്ല, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നേക്കാം. പക്ഷേ ഇതിനെ ആ ഒരു രീതിയിൽ ഒരു സംഭാവന, അത് മറ്റുള്ള കൺട്രിബ്യൂഷൻ എന്നതിൽ കവിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇടയിൽ കൂടി അവർ നടത്തിയ ഒരു വാഗ്ദത്തം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സംഖ്യ ആൾക്ക് തന്നെ സ്വീകരിക്കുന്നതിലും യാതൊരുവിധ ജാഗ്രതയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.
11 വർഷത്തിനിടയിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷത്തിൽ പരം രൂപ സ്വരൂപിച്ച് നൽകിയതായും ഇവർ പറഞ്ഞു. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. 11ാം വാർഷിക ഭാഗമായി സോഷ്യൽ മീഡിയ, അന്താക്ഷരി, സിംഗ് എ സോങ് തുടങ്ങി നിരവധി പരിപാടികൾ നടത്തിവരുന്നതായും ചീഫ് അഡ്മിൻ സി സലാം, അഡ്മിൻമാരായ NKP ഷാഹുൽ ഹമീദ്, MTP ജമാൽ, NA മുനീർ, NA ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കൺവെൻഷൻ മേലാങ്കോട്ട് നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ ട്രഷറർ TV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കൺവെൻഷൻ മേലാങ്കോട്ട AKG മന്ദിരത്തിൽ നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ ട്രഷറർ TV വിനോദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി രാജ്യം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ രാജ്യത്തെ മതനിരപേക്ഷത ഉയർത്തപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകെ നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഫ്യൂഡൽ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ പുറകോട്ട് നയിക്കുന്ന BJP RSSന്റെ മുന്നണി രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നേടുകയും വലിയ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടും ആ ഭരണകൂടത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതിസന്ധി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ ഭരണകൂടത്തെ BJP RSS തന്നെയാണ് നേതൃത്വത്തിലിരിക്കുന്നത്. C ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M പൊക്ലൻ, CH കുഞ്ഞമ്പു, UK പവിത്രൻ എന്നിവർ സംസാരിച്ചു. P രാഘവൻ പ്രവർത്തന റിപ്പോർട്ടും, വിനീഷ് ഞാണിക്കടവ് വരവ് ചെലവ് കണക്കുകളും, ദിനേശൻ രക്തസാക്ഷി പ്രമേയവും, ശശിധരൻ A അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭീമ ജ്വല്ലറി 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നിന്നും സൗജന്യ ബസ് യാത്ര സംഘടിപ്പിച്ചു. ബ്ലൂബേർഡ് ബസ്സിലാണ് സൗജന്യ യാത്ര ഒരുക്കിയത്. 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമാർന്ന ബസ് യാത്ര ഒരുക്കി ഭീമ ജ്വല്ലറി കാഞ്ഞങ്ങാട് ഷോറൂം. കാഞ്ഞങ്ങാട് മുതൽ 7ാം മൈൽ വരെ പോകുന്ന ബ്ലൂബേർഡ് ബസ്സിലുള്ള യാത്രക്കാർക്കാണ് ജനുവരി 14 സൗജന്യ യാത്ര ഒരുക്കിയത്. ഒപ്പം കാഞ്ഞങ്ങാട് ഷോറൂമിലെ അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർ അനീഷും സൗജന്യ യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ 100 വർഷം ലെഗസി ഉള്ള ഒരു ജ്വല്ലറി കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചോളം വളരെ എല്ലാവർക്കും അഭിമാനിക്കാം. ഈ 15 മുതൽ 19 വരെ നമ്മൾ വലിയൊരു ഓഫറാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കാഞ്ഞങ്ങാടുകാർക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മളിപ്പം കാഞ്ഞങ്ങാട് തായ്മ റോട്ടിൽ ഓടുന്ന ബ്ലൂബേർഡ് ബസ്സിൽ കയറുന്ന എല്ലാ യാത്രക്കാർക്കും സൗജന്യ യാത്രയാണ് ഇന്ന് നമ്മൾ അവസരം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം നാളെ 15 മുതൽ 19 വരെ നമ്മുടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിന് കയ്യിലുള്ള നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിന് അധിക മൂല്യമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഭീമ ജ്വല്ലറിയുടെ 100ാം വാർഷികാഘോഷം ജനുവരി 15 മുതൽ 19 വരെ തീയതികളിലായാണ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടക്കുന്നത്. കസ്റ്റമറിന് ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് നമ്മൾ ഈ അവസരത്തിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. ഓൾഡ് ഗോൾഡിന് ഞങ്ങൾ ചരിത്രത്തിൽ ഒരു ജ്വല്ലറിയും കൊടുക്കാത്ത, അതായത് പവന് 1000 രൂപ വെച്ച് ഞങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ പണിക്കൂലിയിൽ 15% വരെയുള്ള എല്ലാ ഓർണമെൻറ്റിനും 50% പണിക്കൂലിയിൽ റിഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെലക്ട് ചെയ്ത സിൽവർ, പ്ലാറ്റിനം ജ്വല്ലറി നോ മേക്കിംഗ് ചാർജിൽ ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് ഈ അവസരത്തിൽ. നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് ഭീമ ഷോറൂമിലാണ്. നമുക്ക് ഇവിടെ കസ്റ്റമർ ഉണ്ട്, നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു ഭീമ ജ്വല്ലറിയുടെ കളക്ഷൻസ് കൊള്ളാം, ഒരുപാടുണ്ട്. ഞങ്ങൾ നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. മാരേജിനാണോ? അതെ, മാരേജിനാണ്. ഓക്കെ, അപ്പം ഭീമയുടെ ഓഫേഴ്സ് ഒക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? അറിയാം. ഭീമയ്ക്ക് എന്ത് ഓഫറാണല്ലേ? കാഞ്ഞങ്ങാട് ഷോറൂമിൽ പ്രത്യേകിച്ചാണോ? ഒരുപാട് ഞങ്ങൾ കണ്ടു. ഇപ്പം ഇത് ആനിവേഴ്സറി സംബന്ധിച്ച് 50% ഓഫർ ഉണ്ടെന്ന് കണ്ടിട്ടാണ് വന്നത് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഈ ഒരു 100th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് മാത്രമല്ല, പല ഓഫേഴ്സാണ്. നമ്മൾ ഏത് സമയത്തെടുത്താലും ഇവിടെ എന്നും ഓഫറാണ്. അപ്പോൾ എല്ലാവരും ഭീമ ജ്വല്ലറിയിൽ വരിക, ഈ ഓഫർ ആസ്വദിക്കാം. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിന്റെ ഇരുവശത്തേക്കുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. NH66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെരുമ്പ റിഫായിയ മസ്ജിദിന് സമീപം വരുന്ന കോൺക്രീറ്റ് മതിൽ മൂലം റോഡിന് ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണെന്നാണ് NH66 ജനകീയ സമരസമിതി പറയുന്നത്.
നടപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങലയടക്കമുള്ള സമര പരിപാടികൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2 വർഷക്കാലമായി ഇതിനെതിരെ ഇവർ സമരമുഖത്താണ്. ഇതുവരെയായും അനുകൂലമായി ഒരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. എന്നെ നെല്ലിക്കുന്ന് MLA നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഉദുമ മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഈ ചെരുമ്പയിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ചർച്ചിൽ പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. സമരത്തിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത അധ്യക്ഷത വഹിച്ചു. കല്ലട്ര മാഹിൻ ഹാജി, ഗംഗാധരൻ തച്ചങ്ങാട്, സാജിദ് മൗവൽ, O നാരായണൻ, സിദ്ദിഖ് പള്ളിപ്പുഴ, ഹക്കീം കുന്നിൽ, ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു. NH66 ജനകീയ സമരസമിതി കൺവീനറും ചെരുമ്പ ജമാഅത്ത് പള്ളി പ്രസിഡന്റും പള്ളിക്കര ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ KM ബഷീർ, ഊരുമൂപ്പൻ, രാജൻ എന്നിവരാണ് നിരാഹാര സമരമിരുന്നത്. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം കടന്ന് ചെല്ലേണ്ട ഒരു സ്ഥലമാണത്. അതിന് സൗകര്യം ഈ സഞ്ചാരപാതയാണ് ഈ റോഡ് വരുന്നതോട് നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ ഈ സമരത്തിലുള്ളത്. കഴിഞ്ഞ 2.5 വർഷമായി നമ്മൾ സമരം മുഖത്തുണ്ട്. ഒരുപാട് മനുഷ്യച്ചങ്ങല, അതുപോലെ ഒരുപാട് സമരമുറകൾ കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടം ഈ നിരാഹാര സമരത്തിലാണ് നമ്മളുള്ളത്. ഈ അവകാശം നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല. നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും മൊത്തത്തിൽ, അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇതിനു വേണ്ടി ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. വിഷയത്തിൽ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുന്നതിനായി തുടർ സമരമായി കളക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്നും നടപടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തെ NH പ്രൊജക്ട് റീജിയണൽ ഓഫീസിനു മുന്നിൽ ധർണ നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി,
ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി വാ മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്ക് പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. 3 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് പെരുങ്കളിയാട്ട ഉത്സവ നിറവിൽ ആദൂർ. 351 വർഷങ്ങൾക്കു ശേഷം ആദൂർ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് 19 മുതൽ തുടക്കമാവും. 6 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ പ്രതിദിനം 1.5 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് ഉത്സവത്തിനായി ഒരുക്കിയിരിക്കുന്നതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഗയ ബോവി സമുദായ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കായി ജാതിമത ഭേദമന്യേയുള്ള കമ്മിറ്റിയാണ് നേതൃത്വം വഹിക്കുന്നതെന്നും പെരുങ്കളിയാട്ടത്തിൽ 1 കുറവ് 40 തെയ്യങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി കെട്ടിയാടുകയെന്നും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 19 രാവിലെ ദീപവും തിരിയും എഴുന്നള്ളത്തും കൊടിമരം നാട്ടലും സരസ്വതി മണ്ഡപം ഉദ്ഘാടനവും തുടർന്ന് കൊടിയേറ്റം, കലവറ ഘോഷയാത്ര, ഗീതാ പാരായണം, 20 പുലർച്ചെ 2 വരെ വിവിധ തെയ്യങ്ങളുടെ ഉച്ചത്തോറ്റം, തുടങ്ങൽ എന്നിവയുമുണ്ടാകും. 19 സാംസ്കാരിക സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നൃത്തവും മെഗാ തിരുവാതിരയും വൈക്കം വിജയലക്ഷ്മിയുടെ മെഗാ ഗാനമേളയും നടക്കും. 20 സാംസ്കാരിക സമ്മേളനം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കലാപരിപാടികൾ നടക്കും. 21 സാംസ്കാരിക പരിപാടി കർണാടക സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 24 രാവിലെ പുന്നക്കാൽ ഭഗവതിയുടെയും ഉച്ചൂളിക്കടവത്ത് ഭഗവതിയുടെയും ആയിറ്റി ഭഗവതിയുടെയും തിരുമുടി ഉയരും. തിരുമുൽ പ്രസാദ വിതരണത്തിന് ശേഷം രാത്രി 11:50 പെരുങ്കളിയാട്ടത്തിന് കൊടിയിറങ്ങും. 27, 28 തീയതികളിൽ കാസർഗോഡ് കടപ്പുറം ബബരിയ ദൈവസ്ഥാനത്ത് ബബരിയൻ, മാണിച്ചി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടുമെന്നും പെരുങ്കളിയാട്ട ഓർമ്മകൾ നിലനിർത്തുവാൻ തെയ്യം കെട്ടിനു ശേഷം കാവുകളുടെ സംരക്ഷണമെന്ന ആശയത്തിൽ നക്ഷത്ര വനവുമൊരുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 350 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 3 ഭഗവതിമാരുടെ തിരുമടി ഉയരുന്ന ആ ശുഭമുഹൂർത്തമാണ് വരച്ചു വക്കലിലൂടെ പ്രതിദാനം ചെയ്യുന്നത്. അത് ഈ നമ്മുടെ ഏത് ദേവതയാണോ നമ്മുടെ ആ സങ്കല്പ സ്വരൂപത്തിൽ കെട്ടിയാടുന്നത് അവരുടെ മംഗല്യമായാണ് നമ്മുടെ അതിനെ സങ്കല്പിക്കുന്നത്. അതുപോലെ തന്നെ മംഗല്യ കുഞ്ഞുങ്ങളുടെ എഴുന്നള്ളത്ത്, ഏറെ വിശിഷ്യമുള്ള കലശം എഴുന്നള്ളത്ത്, അടൂർ പതിക്കാൽ ഭഗവതി ക്ഷേത്ര പരിധിയിലുള്ള തറവാട്ടങ്ങളുടെ കലശം എഴുന്നള്ളത്ത്, അതുപോലെ തന്നെ പാരമ്പര്യ ആചാരപ്രകാരമുള്ള മീൻ കോവ എഴുന്നള്ളത്ത്. ചെയർമാൻ ബിപിൻദാസ് റൈ ആദൂർകുത്ത്, ജനറൽ കൺവീനർ ആർ ഹരീഷ് ചന്ദ്ര ബേരിക്ക, ട്രഷറർ കൃഷ്ണപ്പ കാവുഗോളി, പ്രസിഡന്റ് ദാമോദരൻ കാവുഗോളി, കൺവീനർ എൻ അനിൽകുമാർ, ദിനേശ് ബംബ്രാണ, രഘുകാം റൈ നടുമനെ, ശിവപ്രസാദ് നടുമനെ, KG മനോഹർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് മഞ്ഞോട്ട് ദേവാലയം കലശാട്ട് ദിന കളിയാട്ട മഹോത്സവം 24 മുതൽ. കുലകൊത്തൽ ചടങ്ങ് നടന്നു. മണിക്കുട സമർപ്പണവും നടന്നു.
ഉത്തര കേരളത്തിലെ ചിരപുരാതനവും ശ്രീ പാലന്താഴിക്കണ്ണന്റെ പാദസ്പർശം കൊണ്ട് ധന്യവുമായ കാഞ്ഞങ്ങാട് ശ്രീ മഞ്ഞൂട്ട് ദേവാലയത്തിൽ 23 മുതൽ 28 വരെ തീയതികളിലാണ് കലശാട്ടുദിന കളിയാട്ട മഹോത്സവം നടക്കുക. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുലകുത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ഹോസ്ദുർഗ് മഠത്തിൽ തറവാട്ടിൽ നിന്ന് മണിക്കുട സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. 23-ന് വിവിധ കലാപരിപാടികൾ നടക്കും. 24-ന് രാവിലെ മുതൽ താന്ത്രിക കർമ്മങ്ങൾ, തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും. 25-ന് ദീപവും തിരിയും എഴുന്നള്ളിക്കൽ. രാത്രിയിൽ യൂത്ത്സ് ആൻഡ് ആർട്സ് മഞ്ഞൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ വർണ്ണശബളമായ കാഴ്ച സമർപ്പണം നടക്കും. 26-ന് പുമാരതൻ ദേവം, 26-ന് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. കലാപരിപാടികളും നടക്കും. തുടർന്ന് മുറിയനാവി ശ്രീ മുത്തപ്പൻ മടപ്പുര കാഴ്ച കമ്മിറ്റിയുടെ കാഴ്ച സമർപ്പണം. 27-ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. രാത്രിയിൽ അലാമിപ്പള്ളി യുവജന സമിതിയുടെ കാഴ്ച സമർപ്പണം നടക്കും. സമാപന ദിവസമായ 28-ന് പുമാരതൻ ദേവം, ചെറളത്ത് ഭഗവതി, മഞ്ഞൂട്ട് ശാമുണ്ടി, പാടാർകുളങ്ങര ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിയും. വൈകുന്നേരം വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട്, തുടർന്ന് തേങ്ങയെറിയൽ, തുലാഭാരം, വിളക്കിലരി ചടങ്ങുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലയൺസ് ഇന്റർനാഷണൽ സേവന വാരാചരണം കോളിച്ചാൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ നടന്നു. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ സ്ഥാപകൻ മെൽവിൻ ജോൺസന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് സേവന വാരാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കോളിച്ചാൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സ്കൂൾ വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസ ധനസഹായം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, ആദരിക്കൽ ചടങ്ങ് തുടങ്ങിയവ സംഘടിപ്പിച്ചു. ഓട്ടോ ഓടിച്ചു ലഭിക്കുന്ന പണം കൊണ്ട് സാമൂഹ്യ സേവനം നടത്തുന്ന ഓട്ടോ ഡ്രൈവർ പ്രമോദിനെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് രാജീവ് എമ്മൻ പൊന്നാടി അണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി. അല്ലെങ്കിൽ അയാളൊന്ന് ആദരിക്കണം. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം മനോരമപത്രത്തിലാണ് ആ ഫോട്ടോ വന്നത്. എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ശരിക്കും അറിയാം, പണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാനും പ്രമോദം കൂടിയാണ് പോയിരുന്നത്. അന്നും എനിക്ക് പ്രമോദിനെ അറിയില്ല, ഇന്നും എനിക്കറിയില്ല. ഒരു പത്രത്തിലൂടെ വേണ്ടി വന്ന് ഇത്രയും മഹത്തരമായ ഒരു പ്രവൃത്തി നമുക്ക് അറിയേണ്ടി വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചെറിയ ചെറിയ പ്രവൃത്തികൾ, സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ 10 വർഷമായിട്ട് ഒരാൾ പോലും അറിയാണ്ട്, പല ആൾക്കാരും, ചില ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, അറിയാണ്ട് ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്ന പ്രമോദിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ മാതൃകയാക്കണം. ഞാൻ ലയൺസ് പ്രസ്ഥാനത്തിൻ്റെ ആളായെങ്കിൽ കൂടി ഞങ്ങൾക്ക് 60ഓളം പേർക്ക് കൂട്ടായി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ഞാൻ പോലും ഇതുവരെ നല്ലൊരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സ്ഥലത്താണ് പ്രമോദിനെ പോലൊരു വ്യക്തി സ്വന്തം ഓട്ടം ഓടിച്ചുകൊണ്ട് ഇത്രയും വളരെ നല്ല രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ എനിക്ക് മനസ്സിലായത്, നമ്മുടെ വാർഡിലെ, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനായ വിൻസെൻ്റ് മെമ്പറാണ് ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് പ്രചോദനമായതും അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത്. സൂര്യനാരായണ ഭട്ട് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. CPIM പനത്തടി ഏരിയ കമ്മിറ്റി കാലിച്ചാനടുക്കത്ത് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. CPIM പനത്തടി ഏരിയ കമ്മിറ്റി കാലിച്ചാനടുക്കത്ത് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയത്തിന്റെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ യോഗത്തിൽ ഇത്രയേറെ സഹായം പങ്കെടുക്കുന്നു എന്നുള്ളതൊരു പ്രാധാന്യമാണ്. കാരണം പലരും കരുതുന്നത് CPIM-നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ CPIM-നെ ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിലെ ചില മാധ്യമങ്ങളും, അത് പത്രമാധ്യമമായിക്കൊള്ളട്ടെ, ദൃശ്യമാധ്യമമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചേർന്ന് പരിശ്രമിച്ചാൽ അവരുടെ അച്ചുകൂടങ്ങളിലെ മഷികൾ ഉലകയിൽ മുക്കി CPIM-നെതിരായി നിങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ മുഖപ്പേരിൽ അല്ലെങ്കിൽ മുഖ്യപേരിൽ CPIM-നെ തകർക്കാൻ ശ്രമിച്ചാൽ CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് CPIM പ്രവർത്തകരുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗം കെ മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം MV കൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG മോഹനൻ, MC മാധവൻ, P ദാമോദരൻ, ബാനം കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി K കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TV ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മാവുങ്കാൽ അടിയാർക്കാവ് കരുഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് മകരസംക്രമ പൂജ നടന്നു. കലണ്ടർ പ്രകാശനവും ഭോജനശാലയുടെ മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടന്നു.
മാവുങ്കാൽ അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം മകരസംക്രമ പൂജ നടത്തി. സംക്രമ പൂജാ ദിനങ്ങൾ, പുനഃപ്രതിഷ്ഠാ ദിനം, പൂജാ വഴിപാട് വിവരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ കലണ്ടർ പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ തറവാട് കാരണവർ ചന്ദ്രബാബു മേലെടുക്കത്തിന് നൽകി പ്രകാശനം ചെയ്തു. ഭോജനശാലയുടെ മാസ്റ്റർ പ്ലാനിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിലെ ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചും സംക്രമപൂജ വിവരങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരു വർഷത്തെ കലണ്ടർ ക്രൗൺ മെറ്റൽ ക്രാഫ്റ്റ്സ് സ്പോൺസർ ചെയ്തതോടുകൂടിയിട്ട് നമ്മൾക്കത് ഈ പ്രാവശ്യം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന കർമ്മം ഇന്ന് രാവിലെ ശ്രീ പ്രശസ്ത ശില്പിയായിട്ടുള്ള കാനായി കുഞ്ഞിരാമേട്ടനാണ് നിർവഹിച്ചിരിക്കുന്നത്. തറവാട്ടുകാരനവരായിട്ടുള്ള ചന്ദ്രബാബു മേലെടുക്കത്തിന് നൽകിക്കൊണ്ട് സുകുമാരൻ പേരേച്ചൂര്, ഭരതൻ കണ്ടത്തിൽ, അതേപോലെ തന്നെ മോഹൻദാസ്, കുഞ്ഞിരാമേട്ടൻ, മടത്തിൽ വളപ്പിൽ അരവിന്ദൻ മുതലായ പ്രമുഖ വ്യക്തികളെ അണിനിരത്തിക്കൊണ്ടുള്ളൊരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാതൃസമിതിയുടെ പ്രധാന പ്രവർത്തകരായിട്ടുള്ള കൃപാഭരതൻ, അതുപോലെ തന്നെ സ്വപ്ന മുതലായവരും ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. ചടങ്ങിൽ ക്രൗൺ മെറ്റൽ ക്രാഫ്റ്റ് ഉടമ സുജിത് കിഴക്കുംകര, സുകുമാരൻ പെരിയച്ചൂർ, മോഹൻദാസ്, രമേശൻ, അരവിന്ദൻ MV, ഭരതൻ, കുഞ്ഞിരാമൻ, രാജു പാണത്തൂർ, അനിൽകുമാർ, ഭാസ്കരൻ, രാഹുൽ, ഹരീശൻ, നാരായണി കുറ്റിയാട്ട്, സ്വപ്നകുമാരൻ, കൃപാഭരതൻ, ബേബി, ഗിരിജ രാജു, ഭവാനി കാരക്കുഴി, കൃഷ്ണമണി, വിനോദ്, രാജീവൻ, നന്ദു രതീശൻ, അതിയാമ്പൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേളോത്ത് എക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യങ്കിട്ട് മഹോത്സവം മാർച്ചിൽ നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചിറക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പ്രസിദ്ധമായ അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ വരുന്ന കേളൂട്ട് ഇക്കാൽ തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നാളുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് തെയ്യങ്കിട്ട് മഹോത്സവം വന്നെത്തുന്നത്. മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിലാണ് തെയ്യങ്കിട്ട് മഹോത്സവം നടക്കുക. മഹോത്സവത്തോടനുബന്ധിച്ചിറക്കിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേളോത്ത് എക്കാൽ തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2025 മാർച്ച് 9 മുതൽ 13 വരെ നീണ്ടു നിൽക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള കൊയ്ത്തുത്സവവും അതുപോലെ തന്നെ ലോഗോ പ്രകാശനവുമാണ് ഇവിടെ നടക്കുന്നത്. രാജേട്ടൻ വിളിക്കുന്നതിന് മുമ്പ് ദാമോദരൻ തന്നോട്ട് പലതവണ വിളിച്ചു, പിന്നെ രാജേട്ടൻ വിളിച്ചു. ഞാൻ പരമാവധി ഒഴിവാൻ വേണ്ടി നോക്കിയായിരുന്നു, വേറെ പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും വന്നു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. സംഘാടക സമിതി ചെയർമാൻ C. രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ലോഗോ പ്രകാശനം ചെയ്തു. രാജേന്ദ്രൻ പുല്ലൂരാണ് ലോഗോ തയ്യാറാക്കിയത്. ജനറൽ കൺവീനർ K. കുഞ്ഞിരാമൻ സ്വാഗത ഭാഷണം നടത്തി. സീത, MV നാരായണൻ, ശങ്കരൻ മാസ്റ്റർ, മനോജ് P, കൊട്ടൻ കുഞ്ഞി, രാജൻ മടത്തിനാട്ട്, കുമാരൻ ഐശ്വര്യ, A. കൃഷ്ണൻ, മണി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വൻ മയക്കുമരുന്ന് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി ദമ്പതികൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ കായിക ഘോഷയാത്ര നടന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാഞ്ഞങ്ങാട്ട് മിനി സിവിൽ സ്റ്റേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അധ്യാപക സർവീസ് സംഘടന സമരസമിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിന് 26-ന് പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കും. ചുമട്ടുതൊഴിലാളി യൂണിയൻ സംസ്ഥാന വാഹന ജാഥ കാഞ്ഞങ്ങാട്ട് നിന്നും തുടങ്ങി. TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മടിയൻകൂലം പാട്ടുത്സവം, വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.